എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ 19-ാം തീയതി എൻ്റെ ഒഫീഷ്യൽ വെഡ്ഡിംഗ് സെറിമണി ആയിരുന്നു. അന്ന് ആശംസകൾ അറിയിച്ച എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് വെച്ച് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. മണി ഡിസ്മോർഫിയ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ക്രെഡിറ്റ് കർമ്മ പബ്ലിഷ് ചെയ്ത ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചില മാധ്യമങ്ങളും വീണ്ടും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അതിനകത്തെല്ലാം അവർ ജെൻസിയുടെ ഈ മണി ഡിസ്മോർഫിയയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരിക്കൽ വീഡിയോ ചെയ്തിരുന്നു. അതെന്താണ്? നമ്മളുടെ ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം. അത് പല ആളുകൾക്കുമുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഗതിയാണ്. എന്നാൽ ഇത് ക്ലിനിക്കലി ഐഡന്റിഫൈ ചെയ്ത ഒരു സംഭവമൊന്നുമല്ല ഈ മണി ഡിസ്മോർഫിയ എന്ന് പറയുന്നത്. അത് എക്കണോമിസ്റ്റുകളും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളും ഒക്കെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സംസാരിക്കുന്ന ഒരു സംഗതിയാണ്. മണി ഡിസ്മോർഫിയയിലേക്ക് തിരികെ വരുമ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഡിലമ്മ, ഒരു ആകുലത, അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ഇതിന്റെ മെയിൻ. അത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത്? ചില ആളുകൾ അവരുടെ ഉള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്നും വളരെ താഴ്ന്നു ചിന്തിക്കുകയും ജീവിത നിലവാരം വളരെ താഴ്ന്ന രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവരെപ്പോഴും വിചാരിക്കുന്നത് തങ്ങൾ പണം ചിലവാക്കി കഴിഞ്ഞാൽ നാളെ വലിയൊരു കഷ്ടത വരും, അപ്പോൾ നാളെ ഈ ബുദ്ധിമുട്ടുകൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വളരെയധികം ഞെരുങ്ങി ജീവിക്കുകയാണ്. ഇവർക്ക് തന്നെയും അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ള അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് തന്നെയും വലിയ ഒരു ബാധ്യതയാണ്. ചില ആളുകളുണ്ട്, അവർ വിചാരിക്കുന്നത് അവർ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളാണ്, തങ്ങളുടെ ജീവിത നിലവാരം ആ ഒരു രീതിയിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെലവാക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സിമ്പിളായി പറഞ്ഞാൽ വരുമാനത്തിലധികം ചിലവ് ചെയ്യുകയും അത് നോർമൽ ആണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളിലും നമ്മൾ ഈ മണി ഡിസ്മോർഫിയ എന്ന് പറയുന്ന ഒരു കാര്യം കാണാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. സൊസൈറ്റി ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആക്ഷേപങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സൊസൈറ്റൽ പ്രഷർ എന്ന് പറയുന്ന ഒരു സംഗതി, അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലെ ആഡിലടക്കം കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നിക്ഷേപ അവസരങ്ങളെ പരിചയപ്പെടുത്താറുണ്ട്. മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ, സക്സസ്ഫുൾ ആവുന്ന ആളുകൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വെയ്പ്പൊക്കെ ഉണ്ട്. നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും വെൽത്ത് ഉണ്ടാക്കേണ്ടതുണ്ട്. പാരമ്പര്യമായിട്ട് കൈമാറപ്പെട്ടു വരുന്ന ദാരിദ്ര്യത്തിന്റെ ചെയിൻ മുറിക്കുന്ന ആളുകളാണ് സക്സസ്ഫുൾ എന്നൊക്കെയുള്ള ചില പ്രൊമോഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്യക്തിത്വത്തെയും അതേപോലെ തന്നെ സക്സസിനെയും ഒക്കെ അളക്കുന്നത് കയ്യിലുള്ള പണത്തിന്റെ അടിസ്ഥാനത്തിലാവുന്ന ഒരു സൊസൈറ്റിയിൽ മജോറിറ്റി ആ ഒരു പണത്തെ കുറിച്ചിട്ടും അവരുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടും ആകുലപ്പെടും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഒരു ആകുലത അവരുടെ ജീവിതത്തെയും അല്ലെങ്കിൽ സ്വൈര്യ ജീവിതത്തെയും ജീവിത നിലവാരത്തെയും ബാധിക്കുമ്പോഴാണ് നമ്മൾ ഈ മണി ഡിസ്മോർഫിയയെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത്. പിന്നീടുള്ളത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കമ്പാരിസൺസ് ആണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മളെ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? നമ്മളുടെ തരപ്പടിക്കാരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലി ചെയ്യുന്ന മറ്റാളുകൾ, നമ്മുടെ കരിയർ പൊസിഷനിൽ നിൽക്കുന്ന മറ്റാളുകൾ എന്നിവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. എന്നാൽ ഇന്ന് കാലമൊക്കെ മാറി എല്ലാ ആളുകളും അവരുടെ കരിയർ ഭേദമന്യേ ഒരേ തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ. അവിടെ അവർ ഫ്ലെക്സ് ചെയ്യുന്ന അവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് വെറുതെ ആളുകൾ കമ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേയധികം കോഴ്സുകളുണ്ട്, സമൂഹത്തിൽ ഉന്നത പൊസിഷൻ എന്ന് കരുതപ്പെടുന്ന കുറേയധികം ജോലികളുണ്ട്. എന്നാൽ അവർക്കൊന്നും ഇല്ലാത്തതിനേക്കാളും കൂടുതൽ ഇൻകം ചിലപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ ആ ഒരു ഫ്ലെക്സിങ് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ നിരാശപ്പെട്ട് എന്തുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും എനിക്ക് അങ്ങനെയുള്ളൊരു വരുമാനം എത്താത്തത് എന്നുള്ളത് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത്തരത്തിലുള്ള കുറേയധികം കമ്പാരിസൺസും ഈ ഒരു കാലഘട്ടത്തിന്റെ പുതുതായിട്ടുള്ള ഒരു സംഭാവനയാണ്. പിന്നീട് നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഒത്തിരിയധികം കാര്യങ്ങൾ പല ആളുകൾ ചെയ്യുന്നത് ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യാതെ മരിക്കുന്ന കാര്യം ഓർത്തിട്ട് വലിയ വിഷമത്തിൽ നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നാളെയെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഇന്നേ ആകുലപ്പെട്ട് കഷ്ടപ്പെടുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റിൽ എൻജോയ് ചെയ്യാത്ത കുറേയധികം ആളുകളുണ്ട്. ഇപ്പോൾ 100 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാളത്തെ ആഘോഷത്തിൽ നിന്ന് കുറയുമോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ദാരിദ്ര്യം കാണിക്കുന്ന ആളുകളും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതെല്ലാം ചെലവാക്കേണ്ടതുണ്ട്, പിന്നെ നമ്മൾ ഇതിന്റെ തിരിച്ചറിവിനെ കുറിച്ചിട്ട് ആലോചിക്കുമെന്ന് വിചാരിച്ച് ക്രെഡിറ്റ് കാർഡിൽ ലക്ഷറി ലൈഫ് കൊണ്ടു നടക്കുന്ന ആളുകളും എല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ ചില സൈക്കോളജിക്കൽ സ്കാസിനെ കുറിച്ചിട്ട് പറയും. എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്നിട്ട് നല്ലൊരു പൊസിഷനിലേക്ക് കടന്നു വന്ന ആളുകളിൽ കാണുന്ന ചില സംഭവങ്ങൾ.
തിരികെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി കാരണം വളരെയധികം പിശുക്കി ജീവിക്കുക. ഈ പിശുക്കി ജീവിക്കുക എന്ന് പറയുന്നത് ചെലവാക്കുന്നതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അമിത ദുർച്ചെലവിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. കാരണം ചുറ്റുപാട് നിൽക്കുന്ന ആളുകളുടെ വളരെ അത്യാവശ്യമുള്ള ഒരു നീഡുകളിലേക്ക് പോലും പലപ്പോഴും ഈ രീതിയിൽ പോകുന്ന ആളുകൾ തിരിഞ്ഞു നോക്കാറില്ല. അപ്പോൾ അത് ബന്ധങ്ങളിൽ വരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു കുടുംബമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്, കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ പണമൊക്കെ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത ആളുകളെ നമ്മൾ വളരെ മോശമായിട്ടുള്ള സ്നേഹമില്ലാത്ത ആളുകളായിട്ട് കരുതാറുണ്ട്. അത് പിശുക്കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ അത് സ്നേഹമില്ലാത്ത ഒരു നടപടി തന്നെയാണ്. അതേപോലെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആങ്സൈറ്റി, അതേപോലെ തന്നെ പെർഫെക്ഷനിസം, ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഏത് കാര്യം നമ്മൾ ചെയ്താലും അത് പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പെർഫെക്ഷനിസം ഇങ്ങനെ കൂടി കഴിയുമ്പോഴത്തേന് സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ഏറ്റവും മികച്ചത് തന്നെ വാങ്ങുക, മികച്ചത് തന്നെ നൽകുക, മികച്ചത് തന്നെ ആളുകളെ കാണിക്കുക, പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്യണമെന്നുള്ള ഒരു ചിന്ത അമിതമായിട്ട് വരുന്ന സമയത്ത് അവിടെ സ്പെൻഡിങ് കൂടും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി അല്ലല്ലോ. നമ്മുടെ സ്പെൻഡിങ് ലിമിറ്റ് അവിടെ കൂടും. ഇങ്ങനെയുള്ള ഒരു ആകുലത എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒരു ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം. ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രസൻറ്റിൽ എൻജോയ് ചെയ്യാനായിട്ട് മറന്നു പോകും. കാരണം എപ്പോഴും ആകുലതയല്ലേ. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ജോലി നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സാലറിയിൽ നിങ്ങൾ തൃപ്തരല്ല. അപ്പോൾ നാളെ മികച്ച ഒരു ജീവിതം മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു ജോലി വലിയൊരു ബാധ്യതയായിട്ട് തീരും. അപ്പോൾ നിങ്ങൾ ജോലിയിൽ സന്തോഷം കണ്ടെത്തില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പണം പോരാ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും സ്പെൻഡ് ചെയ്യാതിരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആങ്സൈറ്റി ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയോട് കൂടെ ഒരു ഷോപ്പിങ്ങിന് പോയാലും അവരെ കൊണ്ടൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലും ഈ ഒരു ആങ്സൈറ്റി കൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ മുഖത്ത് സന്തോഷം പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ പല ആളുകൾക്കുമുള്ള ഒരവസ്ഥയാണ്. അതിനോടൊപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ ഗാംപ്ലിങ് അല്ലെങ്കിൽ ലോൺ ആപ്പുകൾ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ, ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പോയി പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ മണി ഡിസ്മോഫിയ ഉള്ള ആളുകളാണെന്ന് തോന്നും. കാരണം അവർ പോയി പെടുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നത് 50,000, 1 ലക്ഷം അല്ലെങ്കിൽ 10,000 ഒക്കെയാണ് മിനിമം ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് പോകുന്നത്. അപ്പോൾ അവർ പലപ്പോഴും അതിന് കാരണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തീരെ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ആക്ച്വലി അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു തട്ടിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ ഉണ്ടായിരുന്നു. ഈ തട്ടിപ്പിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ട സമയത്ത് അത് മാനേജ് ചെയ്യാനായിട്ടും പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇവർക്ക് പൈസ ഇല്ലാത്തതാണോ പ്രശ്നം? അല്ല, ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആങ്സൈറ്റി കൊണ്ട്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ കൊണ്ടുള്ള ആകുലത കൊണ്ട് ആദ്യം കൊണ്ട് ഉണ്ടാവുന്ന ചില അബദ്ധങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ സംഭവിച്ച അവസാനം നിക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അവർ ഭീഷണിപ്പെടുത്തുന്നു, നഗ്ന ചിത്രങ്ങൾ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു, അപ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിലേക്ക് അന്വേഷണമായിട്ട് ചെല്ലുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവരുടെ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മറ്റുള്ള ആളുകളുമായിട്ട് ഇവർ പങ്കുവച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പണവുമായി ബന്ധപ്പെട്ട കുറേയധികം ഇൻസെക്യൂരിറ്റീസ് നമുക്കുണ്ട്. അത് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലാണ്. നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഫ്ലെക്സിങ് ആണ്. ആളുകൾ അവരുടെ പണം ചെലവഴിക്കുന്ന കാര്യങ്ങളാണ് ഒരു സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കി നമ്മളുടെ ആ ഒരു പരിധിയിൽ നിന്നിട്ട് ചെലവഴിച്ച് മുന്നോട്ടേക്ക് പോവേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പാണ്. ആര് ചോദിച്ചാലും എല്ലാ ആൾക്കാരും പറയും ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. ശരിക്കും എല്ലാ ആൾക്കാരും മിഡിൽ ക്ലാസ് ആണോ? അല്ല. പൂറായിട്ടുള്ള ആൾക്കാരും പറയും ഞങ്ങൾ മിഡിൽ ക്ലാസ് ആണ്. നമ്മുടെ നാട്ടിലെ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 20,000 ആയിരിക്കാം, അല്ലെങ്കിൽ 25,000 ആയിരിക്കാം. അതൊക്കെ ഇവിടുത്തെ നല്ലൊരു സാലറി ആയിട്ട് കണക്കാക്കുന്നതാണ്. വൈഫിന് ജോലി ഉണ്ടാവില്ല. അപ്പോൾ അയാൾ മിഡിൽ ക്ലാസ് ആണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്കെയില് ഇവിടെയുണ്ട്. ആ ഒരു സ്കെയില് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത്തെ നമ്മുടെ ഒരു സാമ്പത്തിക സ്കെയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവുകളുടെ എബോവും ഒരു 1 lakhന് മുകളിലെങ്കിലൊക്കെ സമ്പാദിക്കണം. അല്ലാത്ത ആളുകൾ മിഡിൽ ക്ലാസ് എന്ന് സ്വയം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 ലക്ഷം സമ്പാദിക്കുന്ന ആളുകളുടെ അതേ ലൈഫ് സ്റ്റൈൽ തന്നെ ഈ താഴെയുള്ള ആളുകളും പിന്തുടരേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു ഡിമാൻഡ് സൊസൈറ്റി മുന്നോട്ടേക്ക് വയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? വരുമാനത്തിനേക്കാളും കൂടുതലുള്ള ചിലവുകൾ വരും. എന്നാൽ ഈ പറയുന്ന ആളുകൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവില്ല, ഒരു ടൈം ഇൻഷുറൻസ് ഉണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ വീട്, അതിൻ്റെ ലോണ്, കാര്യങ്ങളൊക്കെ ഈ മിഡിൽ ക്ലാസിൻ്റെ ആ ഒരു സ്കെയിൽ വെച്ചിട്ടുള്ള കറക്റ്റ് മിഡിൽ ക്ലാസിൻ്റെ ആ ഒരു രീതിയിലേക്ക് നിൽക്കുകയും ചെയ്യും. ബാധ്യതകളും അത്രത്തോളം ഉണ്ടാവും. ഇതൊക്കെയാണ് ഈ മണി ഡിസ്മോർഫിയയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഓൾമോസ്റ്റ് കവറായി എന്ന് എനിക്ക് തോന്നുന്നു.
മറ്റു ദിവസങ്ങളിൽ കുറച്ചും കൂടെ കറണ്ട് അഫയേഴ്സുമായിട്ട് കടന്നു വരാമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പരിചയപ്പെടുത്തിയ റിസ്ക് അധികം എടുക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്കുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയ മാക്സ് ലൈഫിന്റെ നിഫ്റ്റി 500 മൊമെന്റ് 50 NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ മാസം 31 വരെ മാത്രമാണ് അവസരം. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ടാക്സ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1010D 80C ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കുക. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുള്ള ലിങ്ക് ഉപയോഗിക്കുക. മണി ഡിസ്മോഫിയ എന്ന കാര്യത്തെ കുറിച്ചിട്ട് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. നന്ദി.